എനിക്കൊന്നും മിന്നുമ്മ ഇവിടുന്ന് മേളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. ഓ ഉറപ്പായിട്ടും. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ വീണ്ടും മലയാള സിനിമയുടെ വെള്ളിത്തിരയെ തുടക്കം കുറിച്ചു. ഒരു വലിയൊരു അനുഗ്രഹമുണ്ട് ആദ്യത്തെ സിനിമയിൽ. അതായത് അമ്മയ്ക്കൊപ്പം അഭിനയിച്ച അല്ലെങ്കിൽ അമ്മ അഭിനയിച്ചു തുടങ്ങിയ ആൾക്കാർക്കൊപ്പം തന്നെ ഇന്ദ്രൻ സാറ്, ഉർവശി മാമ, അപ്പോൾ എല്ലാവരും ഉണ്ട്. ആ ഒരു ക്രൂവിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്? കാരണം അവരുടെ ഒരു സ്വീകരണം എങ്ങനെയായിരുന്നു? എനിക്ക് ആദ്യം തന്നെ ഞാൻ ജയൻ സാറിനെ കാണുമ്പോൾ തന്നെ എനിക്കെല്ലാം പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പം തന്നെ ഓക്കെ, ഒരു എന്താ പറയുക, ഇപ്പം നമുക്ക് വീട്ടിൽ പരിചയമുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ ജയൻ സാറിൻ്റെ ഒക്കെ നമ്മൾ ടി വിയിൽ കണ്ട് എന്താ പറയുക നല്ലൊരു പരിചയമുണ്ട്. അപ്പോൾ നേരിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ജയൻ സാർ പറഞ്ഞു ഐ മീൻ ക്യാരക്ടേഴ്സ് ഇവരൊക്കെയാണെന്ന് പറഞ്ഞപ്പം ഇപ്പോൾ ഇന്ദ്രൻ സംഘടന ആയാലും നമുക്ക് പരിചയമുണ്ട്, പിന്നെ പൊടിയമ്മയായാലും ഓബ്വിയസ്ലി പരിചയമുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ അമ്മയായാലും കാർത്തു ആയാലും ജോണി ആന്റണി സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സാർ ഡയറക്ടർ ആയിരുന്ന സമയത്ത്. അപ്പം എല്ലാവരുടെ കൂടെ നമുക്കൊരു പരിചയം ഉള്ളത് കാരണം ആദ്യം തന്നെ നമുക്ക് അവിടെ പോകുമ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കും, അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. അന്നേരം കംഫർട്ടബിൾ ആയിരുന്നു. പോയി അവരെ മീറ്റ് ചെയ്തു. അപ്പം എന്താ പറയുക, ഭയങ്കര ഒരു അറ്റ് ഈസ് ആയിരുന്നു ആ ഫുൾ സിറ്റുവേഷൻ തന്നെ. പക്ഷെ അവരും എങ്ങനെയാണ് പറയുന്നത്, ഒരു ന്യൂ കമ്മറായിട്ട് തന്നെ എന്നെ വെൽക്കം ചെയ്തു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തി തരും. ഇപ്പോൾ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ക്യാമറ എവിടെയാണ്, എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പോലും അവർ പറഞ്ഞു തരും, മോളെ ഇങ്ങനെ ചെയ്താൽ മതി, ഇതിന് ഈ ഒരു റിയാക്ഷൻ വേണ്ട, ഈ ഒരു റിയാക്ഷൻ മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. ഓ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു, നമുക്കറിയില്ലല്ലോ. പക്ഷേ ആ സീനിയർ ആർട്ടിസ്റ്റ് ആയാൽ പോലും അവരത്രയ്ക്കും ഹമ്പിളായിട്ട് കൈൻഡായിട്ട് തന്നെ വെൽക്കം ചെയ്തു. ഓക്കെ, അപ്പം പക്ഷേ കുറച്ച് ഉത്തരവാദിത്വം കൂടുതലുണ്ട്. അപ്പോൾ ഒരു സാധാ ഒരു ന്യൂ കമർ ആണെങ്കിൽ അയാൾ എങ്ങനെ തെറ്റിപ്പോയാലും പ്രേക്ഷകർ പറയും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ പറയൂ, പ്രേക്ഷകർ പറയും. പക്ഷേ കുഴപ്പമില്ല, പുതിയ താരമാണ്, വളരെ നന്നായി വരുന്നു, അല്ലെങ്കിൽ പ്രതിഭ തെളിയിക്കട്ടെ എന്ന് പറയും. പക്ഷേ ശ്രീസംഖ്യ വരുന്ന 3 പ്രതിഭകളുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഉത്തരവാദിത്വം കൂടുതലാണ്, നന്നായേ പറ്റത്തുള്ളൂ. അതെ അല്ലേ, പ്രേക്ഷകർക്ക് എക്സ്പെക്ടേഷൻ. അറിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പൂപ്പൻ ആക്ച്വലി ഡ്രാമ ആർട്ടിസ്റ്റാണ്, എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഡാൻസറാണ്. അപ്പോൾ അപ്പൂപ്പനും അമ്മയും രണ്ടുപേരും സിനിമയിൽ അഭിനയം. അപ്പോൾ അവരുടെ ജനറേഷനിൽ നിന്ന് നോക്കുമ്പോൾ, ഐ മീൻ ഈ ജനറേഷൻ ആകുമ്പോൾ ഇപ്പോൾ 3rd ജനറേഷനാണ്. അങ്ങനെ പ്രതീക്ഷ എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഓഡിയൻസ് വേണം തീരുമാനിക്കാൻ. നമ്മുടെ പരമാവധി ഐ മീൻ ശ്രമിച്ച് ഞാൻ ഉറപ്പായിട്ടും എൻ്റർടൈൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ കഴിവ് ഉറപ്പായിട്ടും ഞാൻ തെളിയിക്കും. എനിക്കൊന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, സിനിമ ചെറുപ്പം മുതലേ സിനിമ പരിചിതമായതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ല ഉള്ളത്. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു നമ്മൾ ആൾക്കാരൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഉള്ള ഒരു അങ്ങനല്ല, സിനിമയുടെ താളവും ലയവും അറിയാം. അല്ലെ, സിനിമ ഇങ്ങനെയാണ്, സിനിമയുടെ നല്ല വശങ്ങളും അറിയാം, സിനിമയുടെ മോശം വശങ്ങളും അറിയാം, ഡൗണും എന്താ അപ്പോൾ എല്ലാം അറിയാവുന്നതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് അപ്പുറത്ത് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതെ ചേട്ടാ, ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വീട്ടിലായാലും കേട്ട് വളർന്നത് വേറൊന്നുമല്ല, സിനിമ മാത്രമാണ് കേട്ട് വളർന്നത്. ബേസിക്കലി ഇങ്ങനെയാണ്, നമ്മൾ സെറ്റിൽ ഇങ്ങനെയായിരുന്നു, അതും ചെറുപ്പം തൊട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ അമ്മ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നമുക്കറിയാം അവർ വർക്കിൽ ബിസിയാണ്. ഇപ്പം അവരെ കാണണമെന്ന് ചില സമയത്തൊക്കെ കാണണമെന്ന് തോന്നി കാണാൻ പറ്റില്ല. സോ ആ ഒരു ഇതിലുള്ളത് കാരണം നമുക്കറിയാം സിനിമയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഐ മീൻ അവർക്ക് ഉള്ളതൊക്കെ പോസിറ്റീവ് എക്സ്പീരിയൻസസ് തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അല്ലാതെ നമുക്ക് സിനിമ എന്ന് പറയുന്ന പേടിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അല്ലാതെ അവിടെ പോയി കഴിഞ്ഞ് ഇല്ലില്ല അങ്ങനെ നല്ലതായി വരില്ല, അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അത് കാരണം അവിടുത്തെ ഉള്ള കളിതമാശകളും ഒക്കെ വീട്ടിൽ സെറ്റിൽ ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളൊക്കെ, ഈ സെറ്റിലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല ഒരു എൻവയൺമെൻ്റ് ആണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഇതൊക്കെ കേട്ട് വരുന്നത് കാരണം ഇപ്പോൾ പൊടിയമ്മയായാലും കാർത്തു ആയാലും മിനു ആയാലും പോയിട്ട് വരുമ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയും, സെറ്റിലെ കാര്യങ്ങൾ പറയും, ആക്ടേഴ്സുമായിട്ടുള്ള അവർ സംസാരിച്ച കാര്യങ്ങൾ വരും. പിന്നെ പറയും എല്ലാ ലഞ്ച് ബ്രേക്കിന് എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് നമുക്കും ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെയായിരിക്കും, അതും സ്റ്റാർസ് അല്ലേ, നമ്മൾ ടി വി കാണുമ്പോൾ ഇവർ സ്റ്റാർസാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കും തോന്നും ഞാൻ കണ്ടോട്ടെ. പക്ഷെ ഞങ്ങളെങ്ങനെ കൊണ്ടുപോയിട്ടില്ല, സെറ്റിലൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം നമുക്കും ഇതിനകത്ത് വരണം. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാം. ഇപ്പം ഡോക്ടർ ആവാതെ തന്നെ, പഠിച്ച് ഡോക്ടർ ആവാതെ തന്നെ ഞാൻ ഡോക്ടറായിട്ട് അഭിനയിക്കുകയാണ്. സോ അത് കാരണം എനിക്ക് സിനിമയിൽ വരാനുള്ള മെയിൻ കാര്യം എനിക്ക് അതാണ് തോന്നിയത്. ഞാൻ എഞ്ചിനീയർ ആവാതെ തന്നെ എനിക്ക് എഞ്ചിനീയർ ആയിട്ട് അഭിനയിക്കാം. ഐ ക്യാൻ ബി ദാറ്റ് പേഴ്സൺ. സോ അത് കാരണം എനിക്ക് സിനിമയാണ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ ആ ഒരു ഫാക്ടറാണ്. ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം മിനു ആണെങ്കിലും കാർത്തു ആണെങ്കിലും പൊടിയമ്മയാണെങ്കിലും എല്ലാ ടൈപ്പ് റോൾസും ചെയ്തിട്ടുണ്ട്.
ഇപ്പം എന്താ പറയുക, ഡോക്ടർ ആണെങ്കിലും ഡൊമസ്റ്റിക് ഹെൽപ്പ് ആയാലും ഹൗസ് വൈഫ് ആണെങ്കിലും. അപ്പം നമ്മൾ ഇവരെ വീട്ടിൽ കാണുന്ന പോലത്തെ ഒരു ഫേസേ അല്ല അവർക്ക് സിനിമയിൽ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ നമുക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമോ. അപ്പം ആ ഒരു തോന്നലാണ് മെയിനായിട്ട് എനിക്ക് സിനിമ ഒരു ഫാസിനേറ്റിംഗ് വേൾഡായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം ഉർവശിയെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം നമ്മൾ ഓരോരുത്തരെ പറ്റി പറയുമെങ്കിൽ മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. മലയാളം നല്ല ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ. കാരണം എനിക്കൊന്നും ചെയ്തു ഫലിപ്പിക്കാത്ത വേഷങ്ങളില്ല. തലയണ മന്ത്രത്തിലൊക്കെ വേഷമൊക്കെ ഒരിക്കലും നമ്മൾ മറ്റുള്ള പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ്. അപ്പോൾ അത്ര ഒരു ഈ അങ്ങനെ എക്സൈറ്റ്മെന്റ് ചെയ്ത കഥാപാത്രങ്ങൾ ഓർക്കുവാണെങ്കിൽ അതൊക്കെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പം പൊടിയമ്മയുടെ ആണെങ്കിൽ എനിക്ക് തമിഴിൽ മായാ ബസാർ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അത് ഡബിൾ റോൾ ആയിട്ട് അഭിനയിച്ചാണ്. ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഓട്ടിസ്റ്റിക്, ഒരു മെന്റലി റീറ്റാർഡ് ആണ്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു കള്ള മന്ത്രവാദി. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ആ വേരിയേഷൻ ഒക്കെ ആ ഒരു ഏജിൽ, പൊടിയമ്മയ്ക്ക് ഐ തിങ്ക് ആ സമയത്ത് യങ് ആയിരുന്നു, ഒരു 94 വന്ന മൂവിയാണിത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതുപോലത്തെ ക്യാരക്ടർ നമുക്ക് ആ ഏജിൽ അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് തോന്നിയിട്ടുണ്ട്. സോ അതെനിക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ്, പിന്നെ കാക്കത്തൊള്ളായിരം, അതെ, അത് കുഞ്ഞായിട്ട് ഓവറാക്കാതെ ആ ഏജിൽ ആ കുട്ടി ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഒരു മാജിക്കാണ് ഓൺ സ്ക്രീനിൽ ചെയ്യുന്നത്, ഒരു ദൈവ അനുഗ്രഹം തന്നെയാണ്. കൽപ്പനാമരാണെങ്കിലോ? മിനുവിൻ്റെ ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് തമിഴിലെ ക്യാരക്ടേഴ്സാണ്. ഫസ്റ്റ് മൂവി ചിന്ന വീട്, തമിഴ് ഫസ്റ്റ് മൂവി ചിന്ന, അത് മിനുവിനും യങ് ആയിരുന്നു. ആ സമയത്ത് ഒരു വൈഫായിട്ട് അഭിനയിക്കുക, അതിനകത്തൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു വണ്ണമുള്ള വൈഫ്, ഭർത്താവിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വൈഫാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് കാണുമ്പം ആ ക്യാരക്ടറായിട്ട് മാറുകയാണ്. ആ ക്യാരക്ടറായിട്ട് മാറുമ്പം അതൊക്കെ ഒരു ട്രെയിനിങ് ഇല്ലാതല്ല, നമ്മൾ ആക്ടിങ് സ്കൂളിൽ പോകുന്നതോ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് വരുമ്പോൾ എങ്ങനെ ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ചെറുപ്പത്തിൽ പറയുമ്പോൾ നല്ല സിനിമയായിരുന്നു, പക്ഷെ നമ്മളിപ്പം അറിവായിട്ട് അത് കാണുമ്പോഴാണ്, ആക്ടിങ്ങിൽ വരുന്നു എന്ന് പറഞ്ഞ് നമ്മളത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാവുന്നത് എന്ത് പാടാണ്. കാർത്തൂൻ്റെ എനിക്കിപ്പം ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത്, കാർത്തു തമിഴിൽ വായ്ക്കൊഴുപ്പ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അപ്പോൾ അതിനകത്ത് ഹീറോയിനായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ ഈ ഏജിൽ ഇരിക്കുന്ന പോലെ തോന്നും. കാർത്തു അപ്പോൾ എന്നെക്കാട്ടിൽ യങ് ആയിരുന്നു. അതെ, എനിക്ക് ബേസിക്കലി ഞാൻ വല്യമ്മയെ പോലെയാണ് കാണാൻ. അപ്പോൾ എനിക്ക് അതുപോലെ കാണും, മക്കളെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡാൻസ് ഒക്കെ കാണുമ്പം എന്ത് എനർജറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ട് ട്രെയിനിങ് ഇല്ലാതെ വന്ന് ചെയ്യുമ്പം അപ്പോഴേ പ്രൊഫഷണലിസം ഉണ്ട്. അപ്പോൾ എനിക്ക് അതാണ് കാർത്തൂൻ്റെ വായ്ക്കൊഴുപ്പ് തമിഴ് മൂവി. ഇവരോട് ചോദിച്ചിട്ടുണ്ടോ അന്ന് ഇതൊക്കെ എങ്ങനെ ചെയ്ത് ഫലിപ്പിച്ചു? ഇല്ല, ഞാൻ എനിക്ക് ചോദിക്കാൻ പേടിയാ. എനിക്കെന്തോ ഞാൻ ചോദിച്ചില്ല. ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുപോലെയൊക്കെ ചിന്തിച്ച് ചെയ്യണമല്ലോ എന്നുള്ളൊരു പേടിയാണ്. അവിടെ ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ എങ്ങനെ ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ. അപ്പം എനിക്ക് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, എനിക്ക് പറയും. എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത സമയത്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരും. അല്ലാതെ ഇവരെങ്ങനെ ചെയ്തു ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പം പക്ഷേ അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ, ഇത് നമുക്കൊരു അതിശയമാണ്. അതെ, എങ്ങനെ ചെയ്യുന്നു എല്ലാവരും പറയും. ഈ മിനു അല്ലെ കാർത്തു പൊടിയമ്മ ചെയ്ത സിനിമയൊക്കെ ആ സമയത്ത് 300 ദിവസം തിയേറ്ററിൽ ഓടി എന്നൊക്കെ പറയുമ്പോൾ 300 ദിവസവും ഒരു വർഷമൊക്കെ അല്ലേ. ഇതെങ്ങനെ ആൾക്കാരെങ്ങനെ അങ്ങനെ പോയി കാണുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ പിന്നെ നമ്മളത് ഇപ്പം ഇരുന്ന് കാണുമ്പം ആണ് അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. കൽപ്പനാവിനെ പറ്റി പറയുകയാണെങ്കിൽ കൽപ്പനാം ജഗതി കോമ്പിനേഷൻ, കാരണം മലയാളത്തിലെ എവർഗ്രീൻ കോമ്പിനേഷനാണ്. രണ്ടുപേരും നമുക്ക് ഇന്ന് വെളുത്തിരയിലില്ല. അപ്പം ഇന്നും പക്ഷേ എനിക്കൊന്ന് മീമുകളിലായാലും ട്രോളുകളിലായാലും ഈ എക്സ്പ്രഷൻ കൽപ്പനാവിനെ ഇങ്ങനെ മൊഴി ഒന്നിരിച്ച് ഇതിനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്ഥിരം ഇങ്ങനെ വരുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും, അതായത് പുതിയ 2K കിഡ്സ് ആണ്, അവരാണ് ഓർക്കുന്നത്. പറയുകയാണെങ്കിൽ അവരിപ്പോഴും മീംസ്, പിന്നെ ഈ പുതിയ സോങ്സ് വെച്ചിട്ട് അവരുടെ പഴയ ഡാൻസ് സീക്വൻസ് ഒക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണും, ചിലപ്പോൾ ഞാൻ കാണാത്ത ക്ലിപ്സ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പം അവർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെയും പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് എടുക്കുന്നു എന്നാണ്. പിന്നെ കാരിക്കേച്ചേഴ്സ് വരയ്ക്കുക, ഇതൊക്കെ കാണുമ്പം ഓബ്വിയസ്ലി എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്. അപ്പോൾ ഇവരൊക്കെ ഓർക്കുന്നത് തന്നെ എന്താ പറയുക, എനിക്ക് അവരോട് താങ്ക് യു ആണ് പറയാനുള്ളത്. എനിക്ക് അത്രയും സന്തോഷമാണ്. പിന്നെ അവരില്ലാത്തതിൻ്റെ ഇത് ഏതായാലും എല്ലാ കാലവും ഒരു വിടവ് തന്നെയാണ്. അതെ. ഇപ്പം ഈ താരങ്ങളുടെ മക്കളെ സംബന്ധിച്ച് അവർ ഏറ്റവും വലിയൊരു ദുഃഖമായിട്ടുള്ളത് ചൈൽഡ്ഹുഡിൽ ചിലപ്പം ഇവർ പേരൻസ് ഇവർക്ക് മേ ബി തീരെ കുറവായിരിക്കും ലൈഫിൽ കിട്ടുന്നത്. അത് ആ ഒരു വിഷമം ഉണ്ടോ ഇപ്പോഴും? ഇല്ല, എനിക്ക് വിഷമമില്ല.
എനിക്ക് വിഷമമില്ല. എനിക്ക് എൻ്റെ അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്, അമ്മയാണ് വളർത്തിയത്. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ ജനറേഷനിലെ മക്കളെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഒരുമിച്ചായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവർ ഈ അമ്മമാരില്ലാത്തതൊന്നും ഞങ്ങൾക്കൊരു മൈൻഡേ അല്ല. ഞങ്ങൾ വഴക്കുണ്ടാക്കുക, ഞങ്ങൾക്ക് വല്ലതും കഴിക്കാൻ കിട്ടുക, ഇത് മാത്രമുള്ള ഇതേ ഉള്ളൂ. സ്കൂളിൽ പോവുക, വഴക്കുണ്ടാക്കുക, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഇവർ വരുമ്പോൾ ഞങ്ങൾ ഇവരെ വന്ന അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ മര്യാദയൊന്നും ഞങ്ങൾ കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നി ഇവർ ആരോ വലിയ ആൾക്കാരാണ് എന്നുള്ള തോന്നൽ വന്നു തുടങ്ങി. അപ്പോഴും ഞങ്ങൾ ഇവരെ മിസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിൻസും അമ്മയുണ്ടോ സ്കൂളിൽ പോയി വല്ലതും ചോക്ലേറ്റ് ഒക്കെ കിട്ടിയോ, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇവരെ മിസ് ചെയ്യുന്നതോ ആ ഒരു അഫെക്ഷനോ അങ്ങനെ ഇല്ല. അങ്ങനെ തോന്നിയിട്ടില്ല. അവരെ മിസ് ചെയ്യുന്ന പോലെ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് എനിക്കൊന്ന് അങ്ങനെ ദുഃഖമില്ല. സാധാരണ ഈ ആർട്ടിസ്റ്റുകളെല്ലാം അതെ സാധാരണ അങ്ങനെ ഞങ്ങൾക്ക് ദുഃഖം. ഞങ്ങൾ പറഞ്ഞാണ് പഠിപ്പിച്ചിട്ടുള്ളത്, മക്കളെ ഇവരിങ്ങനെ ഷൂട്ടിങ്ങിന് പോവുകയാണ്. അല്ല, നമുക്ക് ഇവരെ സിനിമയിൽ കാണുന്ന സന്തോഷമാണ്. അപ്പം ഈ സിനിമയാണ്, അപ്പം നമുക്ക് സ്കൂളിലൊക്കെ പോയിട്ട് പറയാമല്ലോ ഈ സിനിമയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ആ ഒരു വിഷമമേ തോന്നിയിട്ടില്ല. നമ്മൾ ഇന്റർവ്യൂ നമ്മുടെ അമ്മമാരെ പേരുകളുടെ കാര്യം പറഞ്ഞു. അപ്പം സാറിന് നമ്മളൊക്കെ എല്ലാവരും അമ്മ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പം ഇതിനകത്ത് മിനുമ്മ നല്ല മിന്നു നല്ല വിളിക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു ശീലം വന്നത്? ആദ്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ബേസിക്കലി ഇങ്ങനെ അമ്മ എന്ന് വിളിക്കണം. ആക്ച്വലി കാർത്തൂൻ്റെ എൻ്റെ വല്യമ്മയുടെ ഞാൻ ചേട്ടനും ഞങ്ങൾ ഒരുമിച്ച് വളരുന്ന സമയത്ത് ഞാൻ, ചേട്ടൻ, പിന്നെ പൊടിയമ്മയുടെ മോള് കുഞ്ഞാറ്റ, പിന്നെ എൻ്റെ അമ്മാവൻ്റെ മോൻ അമ്പാടി. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം ഞങ്ങൾ ഈ 4 പേര് ഒരുമിച്ച് വളരുമ്പോൾ ചേട്ടൻ ഇവരെയൊക്കെ ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ചേട്ടൻ. അപ്പം അത് തിരുത്തിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും ചേച്ചി എന്നായി. അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇവരെന്താണ് ആരാണെന്ന്. അപ്പം നമ്മൾ കാണുമ്പോൾ ചേച്ചി അത്രയേ ഉള്ളൂ, കൂടുതൽ അടുത്തൊന്നും അങ്ങനെ പോകില്ല. ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ദേഷ്യപ്പെടും. കണ്ണൊക്കെ ഉരുട്ടി കാണിക്കും. പിന്നെ നമ്മൾ കൂടുതൽ ഉണ്ട്, വീട്ടിലുണ്ട്. കണ്ണൊക്കെ ഉരുട്ടി ഭദ്രകാളിയൊക്കെ വരുന്ന പോലെയൊക്കെ കാണിച്ചു കളയാം. അപ്പം നമ്മൾ കുറച്ച് മിണ്ടാതിരിക്കണം. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കാർത്തുമൊക്കെ ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ പേടിയാവും. അപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ഏജ് ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇവരെ വീട്ടിൽ വിളിക്കുന്ന പേര് ഞങ്ങൾ അങ്ങ് വിളിക്കാൻ തുടങ്ങി. കലമോളെ എന്നുള്ള ഞങ്ങൾ കാർത്തൂന്നാക്കി, മിനിമോളെ എന്നുള്ള ഞങ്ങൾ മിനുന്നാക്കി, പൊടിമോളെ എന്നുള്ള ഞങ്ങൾ പൊടിയമ്മ എന്നാക്കി. അപ്പൊ അതിൽ കുറച്ച് ബഹുമാനം കൊടുത്തു പൊടിയമ്മയ്ക്ക്. ബാക്കിയുള്ളവർക്ക് പേര് അതെ ഇച്ചിരി കുറച്ച് എക്സ്ട്രാ പേടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം പൊടിയമ്മയെ മാത്രം പൊടിയമ്മ എന്ന് വിളിച്ചു.